അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനും ഓണം സെലിബ്രേഷനും ആ ഒരു മൂഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ പഠിത്തത്തിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. ക്ലാസ്സസ് ഒക്കെ നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ ഒരു ട്രാക്കിലേക്കൊക്കെ നമ്മൾ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് +1 റിസൾട്ട് നമ്മുടെ എക്സാംസ് ഒക്കെ നടത്തിയതിൻ്റെ ആ ഓണം പരീക്ഷയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും പഴയ ക്ലാസ്സസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ടൈമിലെ ക്ലാസ്സസ് ഒക്കെ ഇപ്പം ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു പഠിത്തത്തിൻ്റെ മൂഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഓണം വെക്കേഷൻ്റെ സമയത്തൊക്കെ ആകെ പാടെ ഒരു വെക്കേഷൻ അടിച്ചിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണല്ലോ. പെട്ടെന്ന് ക്ലാസ് തുടക്കുമ്പോൾ നമുക്ക് എന്താ ഒരു മൂഡ് ഔട്ട് വരും. ഇനിയും ക്ലാസ്സിലേക്കൊക്കെ പോകണമല്ലോ എന്നുള്ളൊരു സാധനം. അപ്പം അതെല്ലാം മാറിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ. എനിവേ നമ്മുടെയും ലൈവും ക്ലാസ്സസും ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യെസ്, എന്താണെന്നല്ലേ വിചാരിക്കുന്നത്? വേറൊന്നുമല്ല, +1 സെക്കൻഡ് ടൈം വേഴ്സസ് +2 ഫസ്റ്റ് ചാപ്റ്റർ. ഇതിലെന്താ ഇപ്പം ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. എന്താണെന്നുള്ളത് പറയാം. അതായത് +1 സെക്കൻഡ് ടേം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചാപ്റ്റേഴ്സ്, +1 സെക്കൻഡ് ടേമിൽ നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അല്ലേ. ഈ 5 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഒരു ഫുൾ എന്താ പറയുക, ഈ 5 ചാപ്റ്റേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നിങ്ങളുടെ +2 നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ. ഇനി അതെന്താണ് എന്നുള്ളതും കൂടെ മിസ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈമിൽ തന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, നമ്മുടെ +1 +2 സ്റ്റേറ്റ് സിലബസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ആണ്. അപ്പോൾ ഈ C++ൻ്റെ ബേസ് നിങ്ങൾക്ക് കിട്ടുന്നത് +1 +1 നിങ്ങൾ ഈ സെക്കൻഡ് ടൈമിലാണ് നിങ്ങൾക്ക് ഈ ഒരു +1 നിങ്ങളുടെ ഈ ഒരു C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ് നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ +2 ചെന്ന് കഴിയുമ്പം നമുക്ക് C++ അവിടെ കാണാനുണ്ടെങ്കിലും പിന്നീട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് HTML ആയിരിക്കും. അപ്പം C++നെ കുറിച്ചുള്ള ബേസ് കിട്ടുന്നത് +1 ഇപ്പോഴും എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ. യെസ്, അപ്പോൾ ഈ സെക്കൻഡ് ടൈമിൽ നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ, അതായത് നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ 5 എണ്ണത്തിൽ 4 എണ്ണവും C++ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സും കൂടെ ഒരൊറ്റ ഇതായിട്ട് വരുന്നതാണ് നമ്മുടെ +2 ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്? യെസ്, അപ്പോൾ +2 കയറി കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഇപ്രാവശ്യം ഇപ്പോൾ +2 ഇരിക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, എന്താ അവർക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, +1 ബേസ് കിട്ടിയില്ല, മിസ്സേ C++ൻ്റെ പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതങ്ങനെ അവിടെ വരുന്നതെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് കുട്ടികളെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 ബേസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് മേ ബി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാവാം. എനിവേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് പറയുന്നത്. അപ്പോൾ +1 സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ +2 ചെന്ന് കഴിയുമ്പം നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാകുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഓക്കെ +1 സെക്കൻഡ് ടൈമിൽ ഞാൻ ഈ സാധനം പഠിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ +2 ചെന്ന് കഴിയുമ്പം എന്തായാലും ഇതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കാണത്തില്ല, എക്സാം വരുന്ന സമയത്ത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതൊന്നും വരത്തില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. +1 സെക്കൻഡ് ടൈമിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ചാപ്റ്റേഴ്സ്, ഓക്കെ, ഈ ചാപ്റ്റേഴ്സിനകത്ത് നമുക്കറിയാം 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ, അതിൽ 4 ചാപ്റ്ററും C++ ആണ്. അപ്പോൾ ഇതിനകത്തൊന്നും എന്തായാലും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. +2 ചെന്ന് കഴിയുമ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ടൈമിലായാലും അതല്ലാതെ നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ ടൈമിലായാലും ഒക്കെ തന്നെയും വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ C++നെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് +2 നമ്മളൊന്ന് ഓടിച്ച് വിട്ട് കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ +1 നമ്മൾ ബേസ് സെറ്റാക്കി പോയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, +2 ചെല്ലുമ്പം നമുക്ക് അവിടെ കാണാനുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇരുന്നിട്ട് ബേസ് പഠിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കൂടുതലും പ്രോഗ്രാംസ് ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് അന്നേരം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടൈം നമ്മൾ ഫുൾ സെറ്റാക്കി തന്നെ കൊണ്ടുപോകണം.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മുടെ +1 നമുക്ക് ഏതൊക്കെയാണ് 5 ചാപ്റ്റേഴ്സ് എന്നും +1 ചെല്ലുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിക്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ചാപ്റ്റർ +1 നമുക്കിപ്പോൾ പഠിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് C++നെ കുറിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ, ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്, നമുക്കത് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ 4 തൊട്ട് 7 വരെയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി C++ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ 4 ചാപ്റ്റേഴ്സിലാണ് C++ൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കേ, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഓക്കെ, അപ്പോൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. എന്താണ് C++, അതുപോലെ C++ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് C++ൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇതുപോലെയുള്ള C++ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ തരുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ വരുന്നത് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു C++ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന 2 പേരാണ് ഈ ഡേറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും. നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് തന്നെ ഡേറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ്. അടുത്ത എന്താ നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. യെസ്, അപ്പം നമ്മൾ ഇതിനകത്ത് വരേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടി പോവാം. അതാണ് നമ്മുടെ 6th ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. പിന്നെ നമുക്ക് വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും. അപ്പോൾ ഇത് രണ്ടും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുക. നമുക്ക് ഓരോ ചാപ്റ്ററിലും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നും കൂടെ ഒന്ന് നോക്കാം. ആദ്യം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കാര്യം കാണിക്കാത്തത് നമുക്കിത് C++ആയിട്ട് റിലേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് C++ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, അതായത് നമ്മുടെ 4th ചാപ്റ്റർ തൊട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് C++ൻ്റെ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് കാണാനുണ്ട്. C++ൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം, അതായത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കത്തില്ലേ, ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഈ ABCD ഒക്കെ വെച്ചല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത് C++ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇംഗ്ലീഷിനും മലയാളം അതുപോലെയുള്ള ലാംഗ്വേജസിനൊക്കെ ABCD ഉള്ളതുപോലെ നമ്മുടെ C++നും എന്തുണ്ട്, ഒരു ABCD അല്ലെങ്കിൽ അതിന് ഒരു അക്ഷരമാലയുണ്ട്. ആ അക്ഷരമാലയാണ് ഈ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്യാരക്ടർ സെറ്റ്, അതായത് ഈ അക്ഷരങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് നമ്മൾ എഴുതുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ദെൻ IDE, എന്താണ് IDE, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഈശ്വര പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? നോ, നിങ്ങളങ്ങനെ വറി ചെയ്യേ വേണ്ട, പേടിക്കേ വേണ്ട. മിസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഡേറ്റ ടൈപ്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്, C++ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, വേരിയബിൾസ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണ്, എക്സ്പ്രഷൻസ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വരുന്ന ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. അപ്പോൾ ബേസിക്സ് ഒക്കെ പഠിച്ചു, ഇനി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കും, ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ബേസിക്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് ആദ്യം നമ്മൾ പഠിക്കുക, സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, സ്റ്റൈലിസ്റ്റിക് ഗൈഡ് ലൈൻസ് ഫോർ വേരിയബിൾസ് ആൻഡ് കമൻസ്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, യൂസ് ഓഫ് കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ, ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണ്, ടൈപ്പ് കൺവേർഷൻ എന്താണ്, പിന്നെ
മോർ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്, ഇതാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നേരത്തെ പറഞ്ഞതുപോലെ 2 എണ്ണം ഉണ്ട്, ഡിസിഷൻ മേക്കിങ്ങും ഐട്രേഷനും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ +1 സെക്കൻഡ് ടേമിൽ നമുക്ക് കാണാനുള്ളത്. +2 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കേ, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ബേസിക്സ് ഓഫ് C++, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, നെസ്റ്റഡ് ലൂപ്സ്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനകത്ത് നെസ്റ്റഡ് ലൂപ്സും ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സും +2 നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് അപ്പോൾ നോക്കാം. ഇനി ഈ ബേസിക്സ് ഓഫ് C++ഉം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും രണ്ടും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. എങ്ങനെയാണ് നമുക്കത് ഫെമിലിയർ ആവുക? നമ്മൾ ഓൾറെഡി +1 സെക്കൻഡ് ടേമിൽ കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഈ ബേസിക്സ് ഓഫ് C++ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, അതുപോലെ തന്നെ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. നമ്മുടെ +1 സെക്കൻഡ് ടേമിലുള്ള ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ 3 ചാപ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് നമ്മുടെ +2 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനകത്തെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബേസിക് ഓഫ് C++ എന്ന് പറയുക. ഓക്കെ, അപ്പം എന്താ, ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഒരു സമ്മറിയാണ് നമുക്ക് ഈ ആ ഒരു ടോപ്പിക്കിൽ ബേസിക് ഓഫ് C++ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ അടുത്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കാണുക. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് +1 സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. യെസ്, അപ്പോൾ എന്താണ്, നമ്മൾ +2 വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ C++ എന്ന് പറയുന്നത്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നതും ഈ പറയുന്ന C++ൻ്റെ ബേസിൽ വരുന്നതായിരിക്കും. ഓക്കെ, +1 +2 അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ മക്കളെ, ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും നമ്മൾ ബേസിക്സ് അറിഞ്ഞിരുന്നാലേ +2 വന്നു കഴിയുമ്പം നിങ്ങൾക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്, അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തുള്ള ഒരു ടെൻഷനും വേണ്ട, മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഒന്നിച്ചിതൊക്കെ സെറ്റാക്കി എടുക്കാം. ഓക്കെ.